മനസ്സിൽ മറ്റുള്ളവരെ സംബന്ധിച്ച് പലതും തോന്നുന്നുണ്ടോ? എങ്കിൽ പിശാച് അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ 60-ാമത്തെ ആയത്തിൽ കാണാം, അലം അഅഹദ ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാന ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. മനുഷ്യ, ഞാൻ നിങ്ങളെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടല്ലോ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത്, പിശാചിന്റെ ദുർമന്ത്രണങ്ങളിൽ നിങ്ങൾ പെട്ടുപോകരുത്, കാരണം അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഭാര്യയായ സഫിയയുമായി സംസാരിക്കുമ്പോൾ സഹാബത്ത് കാണാനിടയായി. ഒരു ഇരുട്ട് സമയമായിരുന്നു. അത് തെറ്റിദ്ധാരണ പരക്കാതിരിക്കാൻ അവിടുന്ന് പറഞ്ഞു, ഇത് എൻ്റെ ഭാര്യയാണ് കേട്ടോ. എന്തിനാണ് തങ്ങൾ അങ്ങനെ പറഞ്ഞത്? അവർക്ക് ഹൃദയത്തിൽ പിശാച് തോന്നിപ്പിക്കാം. അവിടുന്ന് പറഞ്ഞു, പിശാച് ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അള്ളാഹുവിനോട് കാവൽ തേടേണ്ടതാണ് പിശാചിന്റെ ദുർമന്ത്രണങ്ങളിൽ. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ബന്ധങ്ങൾ അകറ്റി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പിശാചിന്റെ ദൗത്യം. അത്തരം ദുർമന്ത്രണങ്ങളിൽ പെടാതെ രക്ഷ നേടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.